ഹായ്, ഇന്ന് നമ്മൾ ആകെ 4 ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള സൂപ്പർ ഈസി ആയിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചുള്ള ഒരു ഡിസേർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ഗീ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വേണ്ടി വരും. പിന്നെ ഇത് മിൽക്ക് പൗഡർ, ഞാനിത് നെസ്ലയുടെ മിൽക്ക് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് 2 കപ്പ് വേണം. ഇത് പൗഡേർഡ് ഷുഗർ, പിന്നെ ഇത് നെസ്ലയുടെ കണ്ടൻസ്ഡ് മിൽക്ക്, ഇത് 1 കപ്പ് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആകെ 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ വളരെ എളുപ്പമുള്ള ഒരു കുട്ടി ഡിസേർട്ട് ഇന്ന് ഉണ്ടാക്കാൻ പോവാണ്. നമുക്കപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ വേണമെങ്കിൽ ബട്ടർ ആയാലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തു. ഞാൻ തീ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്, നിങ്ങൾ അതുപോലെ ലോ സിമ്മിൽ ഇടണം. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിങ്ങനെ ചില ദിവസമൊക്കെ ഇങ്ങനെ സ്വീറ്റ് കഴിക്കാൻ തോന്നും, എന്നാൽ മെനക്കെട്ട് കുക്ക് ചെയ്യാനൊന്നും മൂഡില്ലാത്ത ദിവസമില്ല. അതിനൊക്കെ പറ്റിയ റെസിപ്പിയായത്. ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ മട്ടൻ ബിരിയാണി ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് വലിയ ഓവറാക്കാത്ത പെട്ടെന്ന് കിട്ടുന്ന ഒരു ഡിസേർട്ട് ചെയ്യാം എന്നോർത്തു. ഇതിങ്ങനെ പതിഞ്ഞ് പൊങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് 1 കപ്പ് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇതൊന്ന് മിക്സായി കഴിയുമ്പോൾ നമ്മൾ അടുത്ത കപ്പ് മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 കപ്പ് മിൽക്ക് പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലോണം മിക്സ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് ഒരു 1/3 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അടുപ്പ് ഞാൻ ഓഫ് ചെയ്തു. ഇനി ഇതും കൂടെ നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്താൽ മതി. ഇനി ഞാൻ കൈ ഒന്ന് ചെറുതായിട്ട് നനച്ചു. എന്നിട്ട് നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ ബോളാക്കി എടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുക്ക് ചെറുതായിട്ടൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് സ്ലൈസ്ഡ്, കുറച്ച് ചോപ്ഡ് പിസ്താഷ്യോസ് വെച്ചു കൊടുക്കാം. അത്രേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും റെഡിയാക്കി എടുക്കാം. അതുപോലെ നമ്മുടെ കുട്ടി കണ്ടൻസ്ഡ് മിൽക്ക് പേഡാസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണേ. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇത്ര എളുപ്പത്തിൽ നമ്മളൊരു ഡിസേർട്ട് ചെയ്തെടുക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഒട്ടും ആയാസം ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കുട്ടി ഡിസേർട്ടാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ നിങ്ങളെല്ലാവരും മടിയുള്ള ദിവസം ഇത് ട്രൈ ചെയ്ത് നോക്കൂ, എനിക്കിഷ്ടമാവും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യണം. പിന്നെ നമ്മുടെ ഒരു 1000 rupees ഗിവ് അവേ നടത്തുന്നുണ്ടല്ലോ, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കരുത്. അത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ബൈ.